ഹരേ കൃഷ്ണ. ഉണ്ണിക്കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ എത്ര പറഞ്ഞാലാണ് തീരുക, എത്ര കേട്ടാലാണ് മതി വരിക. കണ്ണന് ധാരാളം ചങ്ങാതിമാരുണ്ട് ഗോകുലത്തിൽ. കണ്ണൻ്റെ ചങ്ങാതിമാരേ ഉള്ളൂ ഗോകുലത്തിൽ എന്നതാണ് ശരി. രാവിലെ യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് ഭംഗിയായി ഒരുക്കും. കണ്ണന് അലങ്കാരം പ്രിയമാണ്, നന്നായി ഒരുങ്ങണം. അമ്മ ഒരുക്കിയാൽ കണ്ണൻ അത് നോക്കി തൃപ്തിപ്പെടണം. പിന്നെ വയറ് നിറയെ വെണ്ണയും പാലും എല്ലാം കഴിക്കും. അപ്പോഴേക്കും ചങ്ങാതിമാരെത്തും നന്ദഗ്രഹത്തിൻ്റെ മുറ്റത്ത്. അവരോടൊപ്പം കണ്ണനും രാമനും കളിക്കാൻ പോകും. കണ്ണൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഗോപികമാരുടെ ശ്രദ്ധ കണ്ണൻ എവിടെയെന്നതിലാണ്. പുതുവെണ്ണ കണ്ണന് വളരെ ഇഷ്ടമാണ്. ഗോപികമാർ അത് കണ്ണനായി മാറ്റിവെക്കും, ചിലപ്പോൾ ഒളിച്ചു വെക്കും. അവർക്കറിയാം എവിടെ വെച്ചാലും കണ്ണൻ എടുക്കും. എന്നാലും അവർ വെണ്ണ ഒളിച്ചു വെച്ച് ശ്രദ്ധയോടെ ഇരിക്കും, കണ്ണൻ വെണ്ണ എടുക്കാൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച്. കണ്ണൻ വെണ്ണയും എടുത്ത് കലവും പൊട്ടിക്കും. ഗോപികമാർ കണ്ണനെ പിടിക്കാനായി ഓടിക്കും, കപട ദേഷ്യം കാണിക്കും. ഒടുവിൽ കണ്ണൻ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ ഗോപികമാരുടെ ദേഷ്യം മാറും. സ്നേഹവും ലാളനയുമാകും അവരുടെ മനസ്സിൽ. മനസ്സുകൊണ്ട് കണ്ണൻ വെണ്ണയെടുക്കാൻ അവരും ആഗ്രഹിക്കുന്നു. ഒരു ദിവസം കണ്ണനും കൂട്ടുകാരും കളിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ കാറ്റത്തൊരു ഗന്ധം അവരുടെ അരികിലെത്തി. നല്ല പാൽപ്പായസത്തിൻ്റെ മണം. കണ്ണൻ കളി നിർത്തി ചങ്ങാതിമാരോട് ചോദിച്ചു, ചങ്ങാതിമാരെ, നല്ല പാൽപ്പായസത്തിൻ്റെ മണം വരുന്നില്ലേ? ഗോപികമാർ ആരോ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ വീട്ടിലാകും ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കുന്നത്? മണമടിച്ചിട്ട് കൊതിയാകുന്നു. അപ്പോൾ ഒരു ബാലൻ പറഞ്ഞു, ശരിയാ കണ്ണ, കൊതിയാകുന്നു. കണ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു, ചങ്ങാതിമാരെ, നമുക്ക് നോക്കാം. എല്ലാവരും ഒരുമിച്ച് തിരയണ്ട, നമുക്ക് മൂന്നായി പിരിഞ്ഞു പോകാം. എവിടെയാണെന്നറിഞ്ഞാൽ കൂട്ടത്തിൽ ഒരാൾ മറ്റുള്ളവരെ അറിയിക്കാൻ വരണം. അങ്ങനെ കണ്ണനും ചങ്ങാതിമാരും പതുങ്ങി പതുങ്ങി ഓരോ വീടുകളിലായി തേടാൻ ആരംഭിച്ചു. അവർ അങ്ങനെ നീങ്ങവേ കണ്ണൻ പറഞ്ഞു, ചങ്ങാതിമാരെ, ഇപ്പോൾ കൂടുതൽ സുഗന്ധം വരുന്നു. തീർച്ചയായും ഇവിടെ അടുത്തെവിടെയോ ആണ്. നോക്കൂ, ദേ, നമ്മുടെ ദേവപ്രിയയുടെ ഭവനത്തിൽ നിന്നാണ് പാൽപ്പായസത്തിൻ്റെ മണം വരുന്നത്. തീർച്ചയായും ദേവപ്രിയ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടാകും. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അവർ പതുങ്ങി പതുങ്ങി ദേവപ്രിയയുടെ വീടിനരികിലെത്തി. അടുക്കള ജനാല വഴി ഒളിഞ്ഞു നോക്കി. ദേവപ്രിയ പായസം ഒരു പാത്രത്തിൽ പകർന്നു വെക്കുകയാണ്. കണ്ണൻ തിരിഞ്ഞു നോക്കി ചങ്ങാതിമാരിൽ ഒരുവനെ വിളിച്ചു മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ രഹസ്യമായി പറഞ്ഞയച്ചു. ശേഷം വീണ്ടും ജനാല വഴി നോക്കി. ദേവപ്രിയ പായസം ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു. അതിനുശേഷം അവിടെ നിന്ന് ചുറ്റും നോക്കി. എന്നിട്ട് സ്വയം പറഞ്ഞു, ഈ പായസം എവിടെ ഒളിച്ചു വെക്കും? നന്ദറാണിയുടെ പുത്രൻ മണമടിച്ചാൽ അപ്പോൾ എത്തും. ഉയരത്തിലുള്ള ഉറിയിൽ വെക്കാം. ഇല്ലെങ്കിൽ കണ്ണനും കൂട്ടുകാരും കൂടെ വന്ന് അത്രയും കഴിക്കും. എൻ്റെ മകന് കൊടുക്കാൻ കിട്ടില്ല. ഈ കണ്ണനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. നന്ദറാണിയോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഉണ്ണി കുഞ്ഞല്ലേ, എങ്ങനെയാ തല്ലുന്നത് എന്ന് ചോദിക്കും. കണ്ണനാണെങ്കിലോ താനൊന്നും കണ്ടുമില്ല അറിഞ്ഞുമില്ല എന്ന് കള്ളവും പറയും. എന്തായാലും ഉറിയുടെ മുകളിൽ വെക്കാം. എന്നിട്ട് വേഗം പോയി മകനെ കൂട്ടി വരാം. എന്നിട്ട് ചുറ്റും നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി പായസം ഉറിയിൽ ഭദ്രമായി വെച്ചു. ശേഷം കതകും ബന്ധിച്ച് സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് വരാൻ പോയി. എല്ലാം കേട്ട് നിന്ന കണ്ണൻ ദേവപ്രിയ പോയതും ചങ്ങാതിമാരെയും കൂട്ടി ദേവപ്രിയയുടെ അടുക്കളയിലെത്തി. നോക്കിയപ്പോൾ ഉറി വളരെ ഉയരെയാണ്. എന്തു ചെയ്യും? എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ ചങ്ങാതിമാർ ചിലർ വട്ടം നിന്ന് അവരുടെ തോളിൽ ചവിട്ടി വേറെ ചിലർ നിന്നു. ഇവരെ ചവിട്ടി കണ്ണൻ മുകളിൽ കയറി ഉറി എത്തിപ്പിടിച്ചു. പായസം എടുത്തു. പായസപാത്രം താഴെ നിന്ന ചങ്ങാതിമാർക്ക് കൈമാറിയ ശേഷം കണ്ണനും താഴെ ഇറങ്ങി. എല്ലാവരും കൂടെ പായസം മുഴുവൻ കഴിച്ചു തീർത്തു. ശേഷം കണ്ണൻ തൻ്റെ ചങ്ങാതിമാരിൽ ഒരാളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ആ ബാലൻ വേഗം പുറത്തേക്ക് ഓടി ഒരു ഇലപ്പൊതിയുമായി തിരിച്ചു വന്നു. ആ പൊതിയിലുണ്ടായിരുന്ന വസ്തു പായസപാത്രത്തിലാക്കി വീണ്ടും മുറിയിൽ വെച്ചു. ശേഷം കണ്ണൻ ചങ്ങാതിമാരുമായി പുറത്തുപോയി ഒളിച്ചു നിന്നു. ദേവപ്രിയ മകനുമായി വീട്ടിലേക്ക് വന്നു. അടുക്കളയിൽ വന്ന് ഉറിയിലേക്ക് നോക്കി. ഭാഗ്യം, പാത്രം അവിടെ തന്നെയുണ്ട്. കണ്ണൻ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് മകനെ വിളിച്ചു. എന്നിട്ട് ഉറിയിൽ നിന്നും പാത്രം എടുത്ത് സന്തോഷത്തോടെ തുറന്നു. അപ്പോൾ അവിടെ ആകെ ഒരു ദുർഗന്ധം വരുന്നു. ഇത് എന്തെന്ന് ചിന്തിച്ചു നോക്കിയ ദേവപ്രിയ കണ്ടത് പായസം വെച്ചിരുന്ന പാത്രത്തിൽ ചാണകം നിറഞ്ഞിരിക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു നിന്ന ദേവപ്രിയയെ കണ്ണനും ചങ്ങാതിമാരും ദൂരെ നിന്ന് കളിയാക്കി ചിരിച്ചു. കാര്യം മനസ്സിലായ ദേവപ്രിയ കണ്ണനോട് കോപിച്ചു. കണ്ണാ, ഞാൻ നന്ദറാണിയോട് പറയുന്നുണ്ട്, നിന്റെ വികൃതി സഹിക്കുക വയ്യാതായി. പായസം അത്രയും കുടിച്ചിട്ട് ചാണകം നിറച്ചു വെച്ചു അല്ലേ? എൻ്റെ മകന് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയതാ. നിന്നെപ്പോലെ കുഞ്ഞല്ലേ അവനും. നീ കുറച്ചെങ്കിലും ബാക്കി വയ്ക്കാത്തതെന്താ ആ കുഞ്ഞിന് കൊടുക്കാൻ? നന്ദരാജനോട് പരാതി പറയുന്നുണ്ട്, നോക്കിക്കോ. കോപിച്ചു നിൽക്കുന്ന ദേവപ്രിയയെ നോക്കി കണ്ണൻ പറഞ്ഞു, എന്നെ കാണാതെ എനിക്ക് തരാതെ ഒളിച്ചു വെച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ. മാതാവിനോട് പരാതി പറഞ്ഞാൽ ഇനിയും ഞാൻ എടുക്കും ഒളിച്ചു വെക്കുന്നതെല്ലാം. അങ്ങനെ പറഞ്ഞ് ദേവപ്രിയയെ ഗോഷ്ടി കാണിച്ചിട്ട് കണ്ണനും ചങ്ങാതിമാരും ഓടിപ്പോയി. ദേവപ്രിയയുടെ മകൻ പായസത്തിനായി കരച്ചിൽ തുടങ്ങി. അപ്പോൾ ദേഷ്യം വന്ന ദേവപ്രിയ മകനോട് പറഞ്ഞു, എവിടെയും പോകാതെ കരയാതെ അവിടെ ഇരിക്കൂ, ഞാൻ വേഗം വേറെ പായസം ഉണ്ടാക്കി തരാം. അങ്ങനെ ദേവപ്രിയ മകനായി വീണ്ടും പായസം ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ണനും ചങ്ങാതിമാരും കളി തുടരുകയും ചെയ്തു.
നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഭഗവാന്റെ പുതിയ ഒരു കഥയുമായി വീണ്ടും വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും